what's up, guys? Welcome back to my YouTube channel. എൻ്റെ ഓരോ ദിവസങ്ങളും ഇപ്പോൾ തുടങ്ങുന്നത് ഈ ബാൽക്കണിയിൽ നിന്നുള്ള ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ്. രാവിലെയുള്ള ഈ തണുത്ത കാറ്റും കിളികളുടെയും അണ്ണാൻ്റെയും ഒക്കെ ശബ്ദമൊക്കെ കേട്ട് ഇവിടെ നിന്ന് ഒരു കപ്പ് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞാനിപ്പോൾ എല്ലാ ദിവസവും തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ രാവിലെ കാപ്പിക്ക് വേണ്ടി എടുക്കുന്നത് പാപ്പുട്ടാണേ. നമ്മുടെ കൂർഗുകാരുടെ സ്പെഷ്യൽ പാപ്പുട്ട്, പാലൊഴിച്ച് മിക്സ് ചെയ്യുന്ന പാൽപുട്ട്. അത് തന്നെ. നിറയെ കുക്കിംഗ് ചാനലുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ എത്ര വെറൈറ്റി ഐറ്റംസ് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഞാൻ ഫോണിൽ കൂടെ കണ്ടതാണ് ഈ ഒരു ഐറ്റം. ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ ടേസ്റ്റുള്ളൊരു സാധനം. മുമ്പ് ഞാനിത് എടുത്തപ്പോൾ ഇവിടെ എല്ലാവരും നല്ല ഇഷ്ടത്തോടു കൂടി കേട്ടോ അത് കഴിച്ചത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വീണ്ടും എടുത്തത്. ഇതാകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് രാവിലെ നമ്മൾ എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് കറിയൊക്കെ കൂട്ടി സ്കൂളിൽ കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർ തിരിച്ച് വരുമ്പോൾ ലഞ്ച് ബോക്സിനകത്തിൽ ആ കറിയൊക്കെ അതുപോലെ ഇരിക്കും. ഇത്തിരിയേ കഴിക്കുകയുള്ളൂ. അപ്പോൾ എൻ്റെ രാവിലത്തെ ആ ഒരു അധ്വാനം ശരിക്കും പറഞ്ഞാൽ വെറും വേസ്റ്റായി പോകുന്ന പോലെ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെന്തായാലും കഴിക്കാൻ സാധ്യതയില്ല, അപ്പോൾ പിന്നെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ അവർ കഴിക്കുന്ന സാധനങ്ങൾ കൊടുത്തു വിടുന്നതാണല്ലോ നല്ലത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ, ഇത്തിരി തരിയുള്ള അരിപ്പൊടി വേണമേ. അതിലോട്ട് പാൽ നല്ലതുപോലെ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്താൽ വെക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യോ എണ്ണയോ തടവിയിട്ട് അതിലോട്ട് ഇത് നല്ലപോലെ സ്പ്രെഡ് ചെയ്യണം. സ്പ്രെഡ് ചെയ്തിട്ട് ആവിയിൽ പുഴുങ്ങി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൽപുട്ട് റെഡി. അപ്പോൾ രാവിലെ കാപ്പിയൊക്കെ റെഡിയായി. സ്കൂളുകാരൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എഴുന്നേൽക്കുന്ന കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് അങ്ങും റെഡി ആയിക്കോളും. പിന്നെ ചേട്ടൻ അപ്പോൾ ഇവർ എഴുന്നേറ്റ് റെഡി ആവുന്ന സമയത്തേക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ഇവിടെ ഓടാനും പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടുണ്ട്, അവിടെ പോയി ഗ്രൗണ്ട് വർക്കും ചെയ്യും. അപ്പോഴത്തേനും മക്കൾ റെഡി ആയിട്ടൊക്കെ ഇരിക്കും. വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഫോണിൽ ലൊക്കേഷൻ ഇടും ബസ് വരുന്നതിൻ്റെ. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഇറങ്ങിയാൽ മതി. ബസ് വരാറാകുമ്പോഴത്തേനും ഇറങ്ങിയാൽ മതി. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് നേരം പോയി നോക്കി നിൽക്കുകയൊന്നും വേണ്ട. പിന്നെ ലൊക്കേഷൻ ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോവും. മോള് പെട്ടെന്ന് ലൊക്കേഷൻ ഇട്ട് അന്നേരം തന്നെ പെട്ടെന്ന് ഇറങ്ങിപ്പോകും കേട്ടോ. അവൾക്ക് ബസ് മിസ്സാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറങ്ങി വരുമ്പോൾ വേണമെങ്കിൽ കയറാം. മെയിൻ ഗേറ്റിൽ നിന്ന് വന്നിട്ട് അത് ഒരു റൗണ്ട് കറങ്ങി നമ്മുടെ കോട്ടൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ വണ്ടി പോകുന്നത്. എന്നാലും വണ്ടി കയറി വരുന്ന ആ ഭാഗത്തു നിന്ന് തന്നെ അവൾക്ക് കയറണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ പിന്നെ ചാച്ചൻ്റെ തൊട്ട് പുറകെ കൊണ്ടുപോകുന്നുണ്ട്. മോനുകുട്ടൻ ഭയങ്കര സ്ലോയിലേ പോവുള്ളൂ. വണ്ടി തൊട്ട് മുന്നിൽ കൂടെ വന്നാലും അവൻ വളരെ സ്ലോയിലേ നടന്നു പോവുള്ളൂ. എനിക്കിച്ചിരി ബുദ്ധിമുട്ടാണ് ഓടിയൊക്കെ പോകാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ. എനിക്ക് ടാറ്റയൊക്കെ തന്ന് അവർ സ്കൂളിലോട്ട് പോയി. രാവിലെ ഒരു യുദ്ധം കഴിഞ്ഞതുപോലെ സ്കൂളുകാരൊക്കെ പോയി കഴിയുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് നേരം ഫ്രീ ആയിട്ട് നിന്നൊരു ചായയൊക്കെ കുടിച്ച് കഴിയുമ്പോൾ ഒന്ന് റിലാക്സ് ആവും. നമുക്ക് വേണ്ടി കൂടെ നമ്മൾ കുറച്ച് സമയമൊക്കെ മാറ്റി വെക്കണമല്ലോ. നമ്മൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നോക്കി ഓടി നടന്നാലോ. എൻ്റെ വേറൊരു വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പുതിയ അതിഥി വന്ന കാര്യം. മുട്ടയിട്ടിട്ട് അവിടെ അടയിരിക്കുന്നൊരു അതിഥി. ആളുടെ മുട്ട വിരിഞ്ഞോ എന്തായെന്നൊക്കെ ഒന്ന് നോക്കി അയാൾ അവിടെ തന്നെ അങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെന്താ, പിന്നെ ചെറിയൊരു ചെറിയ കളക്ഷനൊക്കെ ഉണ്ട്. അതിനൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് ഇതൊക്കെയല്ലേ ഉള്ളൂ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. ചെറിയ ചെറിയ ചെടികളാണെങ്കിലും അത് വെള്ളം ഒഴിക്കുന്നു, അത് തളർത്ത് നിൽക്കുന്നത് കാണുമ്പോഴും പിന്നെ അതിന് പൂവിടുന്നത് കാണുന്നതും ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. ഞാൻ നാട്ടിൽ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലും ഇതുപോലെ നിറയെ ചെടികളുണ്ട്. എവിടെ പോയാലും ചെടി കണ്ടു കഴിഞ്ഞാൽ ഞാനത് അവിടെ നിന്ന് അതിൻ്റെ കൊമ്പെടുത്തുകൊണ്ട് വന്നിട്ട് നട്ട് കിളിപ്പിച്ചെടുക്കും. ചെടി വാങ്ങിച്ചും വെക്കാറുണ്ടായിരുന്നു. ഇതിൻ്റെ കറിവേപ്പാണ് കേട്ടോ. വെള്ളം ഒഴിച്ച് ഇപ്പം വെയിലൊക്കെ കൊണ്ടത് തളർത്ത് വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ മിക്കവാറും ഇവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോയാലും ഇത് നല്ലപോലെ വളരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ചെറിയൊരു പുതിനയുടെ തൈ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു ചെറിയ തണ്ട് നട്ടതാണേ. അതും കിളിച്ച് വന്നിട്ടുണ്ട്. പിന്നെ മുളകിൻ്റെ അരിയൊക്കെ പാകിയിട്ട് കൊല്ലയൊക്കെ കിളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തുളസിയുണ്ട്. അതൊക്കെ നല്ല ആരോഗ്യമായിട്ട് കിളിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. പിന്നെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞ ദിവസം സൺഡേ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എല്ലാ പച്ചക്കറിയും ഓരോരോ സെപ്പറേറ്റ് കുഞ്ഞ് കവറിലാട്ടോ വരുന്നത്. ഈ പൊളിത്തീൻ കവറിനൊന്നും ഇവിടെ നിന്നും ബാൻ ചെയ്തിട്ടൊന്നുമില്ലെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കവർ ഉപയോഗിക്കാൻ പാടില്ലെന്നല്ലേ. ഇവിടെ പക്ഷേ അത് ധാരാളം കിട്ടും. ഞാൻ ഈ കവറുകളൊന്നും കളയത്തില്ല. എല്ലാം വേറൊരു കവറിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മൾ വേസ്റ്റ് ഉണ്ടല്ലോ, ഡെയിലി വരുന്ന ഫുഡ് വേസ്റ്റൊക്കെ ഇതിനകത്താണ് കൊണ്ട് കളയുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് സെപ്പറേറ്റ് ഓരോ പാത്രത്തിലൊക്കെ ഇട്ട് വെക്കും. പിന്നെ കഴുകി വെക്കാൻ പറ്റുന്ന വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി എടുത്ത് വയ്ക്കും. അങ്ങനെയെല്ലാം ഓരോരോ കണ്ടെയ്നറിലും കവറിലും ഒക്കെ ആക്കിയിട്ട് സൂക്ഷിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും. പിന്നെ തക്കാളി, പച്ചമുളക്, കറിവേപ്പ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കഴുകി എടുത്ത് തന്നെ വെക്കുന്നത്. എല്ലാ സാധനങ്ങളും അങ്ങനെ കഴുകിയെടുത്ത് വെക്കാറില്ല. എന്നാലും ചിലതൊക്കെ കഴുകി തോർത്തിയൊക്കെയാണ് എടുത്ത് വെക്കുന്നത്. കറിവേപ്പൊക്കെ ഞാനിങ്ങനെ തോർത്തിയിട്ട് ഒരു ചെറിയ കപ്പിലിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അത് ചീത്തയാവത്തില്ല.
പിന്നെ ഉച്ചയ്ക്ക് ചേട്ടൻ നേരത്തെ വന്നായിരുന്നു. മക്കൾ വന്നപ്പോൾ മക്കളെ വിളിച്ചുകൊണ്ട് വന്നു. വൈകുന്നേരം ആയപ്പോൾ ഒരു മഴയുടെ സാധ്യതയൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് എപ്പോഴും ഫ്ലൈറ്റ് കാണാമെന്ന് പറഞ്ഞില്ലേ. ഇന്ന് ചാച്ചൻ്റെ വക കേട്ടോ, മക്കൾക്ക് സ്പെഷ്യൽ ജ്യൂസാണേ. ഇത് നമ്മുടെ തണ്ണിമത്തൻ്റെ പോലെ ഇരിക്കുന്ന മത്തങ്ങയുടെ ഒക്കെ പോലെ ഇരിക്കുന്ന ചെറിയൊരു കർബൂജെന്നോ മറ്റോ ആണോ ഇനി പറയുന്നത്. അപ്പം അത് വളരെ ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത് ജ്യൂസ് അടിച്ചു. നമ്മൾ നോർമൽ ഒരു ഷേക്കൊക്കെ അടിക്കുന്ന പോലെ കട്ട് ചെയ്തിട്ട് പാലൊക്കെ ഒഴിച്ചിട്ടാണ് അടിക്കുന്നത്. വേറൊരു ടേസ്റ്റ്, എനിക്കതിനൊരു മുട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെ തോന്നിയത്. ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. മോൻ കുടിച്ചായിരുന്നു, മോൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മളതങ്ങനെ കുടിച്ച് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടാത്തത്. പക്ഷേ കൊള്ളായിരുന്നു. വൈകിട്ടത്തേന് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടന് പോകണമായിരുന്നു. വെളുപ്പിന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോകുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ചേട്ടൻ രാത്രി തന്നെ പോയി. അവിക്കും മോനുവിനും ഇനി 1-2 ദിവസം കൂടെ ക്ലാസ് ഉള്ളൂ. അതുകൊണ്ട് സ്കൂൾ അടയ്ക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് അവർ. നാട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബായ്.